ഈ ഡിസംബർ മാസം നമ്മൾ വളരെ ഉത്സാഹത്തോടെ, ഉന്മേഷത്തോടെ, ആനന്ദത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ, ശാന്തിയോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെയാണ് വരവേറ്റ് അതുമായി മുന്നോട്ട് പോകുന്നത്. എവിടെ നോക്കിയാലും ക്രിസ്മസ് ട്രീസ് കാണാം, ക്രിസ്മസ് സ്റ്റാർസ് കാണാം. പ്രിയ ദൈവമകളെ, അതിനേക്കാൾ എല്ലാം ഉപരി ഉണ്ണീശയെ വരവേൽക്കുവാൻ ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിന്റെ പ്രതീകമായ പുൽക്കൂടുകളും നമുക്ക് കാണാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടത് ഇങ്ങോട്ട് കയറി വരുന്ന ആ ക്രോസ് ജംഗ്ഷന് ശേഷമുള്ള റൈറ്റ് ലെഫ്റ്റ് സൈഡ് ആയിരിക്കും. ഈ അടുത്ത പ്രദേശത്ത് ഏറ്റവും കൂടുതൽ അവിടെയാണ് 3-4 ഭവനങ്ങളിൽ ആ ഒരു വരവേൽപ്പിനുള്ള അലങ്കാരങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, എവിടെ നോക്കിയാലും നക്ഷത്രത്തിന്റെ വലിയ പ്രദർശനം കാണുവാൻ കഴിയും. ഇന്നലെ രാത്രി ഞാൻ ഒരു സീൻ കണ്ടു. ഗോവ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നയോടെ ലോകത്തെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ നക്ഷത്രങ്ങൾ ഒരു മനുഷ്യൻ തന്നെ നിർമ്മിച്ച് പ്രദർശനത്തിൽ വെച്ചിരിക്കുന്നത്. അവിടുത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആ അത്ഭുതം കാണുവാൻ അവിടെ എത്തിയതായി പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, അതുകൊണ്ട് ഇന്നത്തെ കാലം ഞാൻ ഒരു സ്റ്റാറിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ സങ്കീർത്തന പുസ്തകം, സംഖ്യാപുസ്തകം 24-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം ഒന്ന് വായിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം 24-ാം അധ്യായം 17-ാം വാക്യം. ഞാൻ അവനെ കാണും, ഇപ്പോഴല്ലതാനും ഞാൻ അവനെ ദർശിക്കും, അടുത്തതല്ലതാനും. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ വീഴും. അത് മോവാബിന്റെ പാർശ്വങ്ങളെല്ലാം തകർക്കുകയും തുമുല പുത്രന്മാരെയൊക്കെയും സംഹരിക്കുകയും ചെയ്യും. ഈ വാക്യം ന്യായപ്രമാണ പുസ്തകത്തിലെ വാക്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റാർ ഫ്രം ജേക്കബ്, യാക്കോബിൽ നിന്നാണ് ഈ നക്ഷത്രം വരുന്നത് എന്ന് ദൈവാത്മാവിനാൽ മോശയുടെ എഴുതിയിരിക്കുക. പ്രിയ ദൈവമക്കളെ, ആ നക്ഷത്രം ഉദിക്കും എന്നാണ് പറഞ്ഞത്, ഉദിച്ചില്ല. അപ്പോൾ അത് പ്രവചനമായി നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഏകദേശം അറിയായിരിക്കും, മോശ ദൈവാത്മാവിൽ പ്രവചിച്ച യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കുമെന്ന് പറഞ്ഞത് ആ നക്ഷത്രം നമ്മൾ ഈ കാണുന്ന നക്ഷത്രത്തിന്റെ സാക്ഷാൽ രൂപമാണ്. അപ്പോൾ ആ നക്ഷത്രം ഏതാണ് നിങ്ങൾക്ക് പറയണം. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉണ്ടാകും, മനുഷ്യന്റെ കൈവേലയാൽ നിർമ്മിതമല്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം യേശുവാണ് എന്നുള്ള അറിവോടെ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ കേവലം ഒരു നക്ഷത്രം കാണുമ്പോൾ അതിനെ ഒരു അലങ്കാരമായി മാത്രം അറിഞ്ഞാൽ പോരാ. പിന്നെയോ അത് യഥാർത്ഥ യേശുവിന്റെ ഒരു പ്രതീകമായി നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ കാണേണ്ടത് അനിവാര്യമാണ്. വിശുദ്ധ വേദ പുസ്തകം നാം നല്ലതുപോലെ പരിശോധിക്കുമ്പോൾ 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഗോഡ് ഈസ് ലൈറ്റ്. ദൈവം വെളിച്ചമാണ്, ദൈവം വിളക്കാണ്, ദൈവം പ്രകാശമാണ്, ദൈവം ചൈതന്യമാണ് എന്ന് 1 യോഹന്നാൻ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ഐ ആം ദ ലൈറ്റ്,
ഞാൻ വെളിച്ചമാണ് എന്ന് കർത്താവായ യേശു പറഞ്ഞു. അല്പം കൂടി യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നല്ലതുപോലെ നിങ്ങൾ അവലോകനം ചെയ്യണം. 1 യോഹന്നാൻ 1-5 ദൈവ പ്രകാശം എന്ന് പറയുമ്പോൾ യോഹന്നാൻ സുവിശേഷം 8:12 യേശു ക്രിസ്തു പ്രകാശം എന്ന് പറയുമ്പോൾ മത്തായി സുവിശേഷം 5-4 കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വെളിച്ചമാണ് ലോകത്തിന്റെ. ദൈവ വെളിച്ചമാണ്, ക്രിസ്തു വെളിച്ചമാണ്, അപ്പോസ്തലന്മാർ വെളിച്ചമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-35 നമ്മുടെ കർത്താവ് ഇങ്ങനെ പറയുകയുണ്ടായി. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് അവൻ ചോദിച്ചു പ്രകാശിക്കുന്ന വിളക്കാം. ആമേൻ. ദൈവ വെളിച്ചമാണ്, ക്രിസ്തു വെളിച്ചമാണ്, അപ്പോസ്തലന്മാർ വെളിച്ചമാണ്, യോഹന്നാൻ സ്നാപകൻ വെളിച്ചമാണ്. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിൽ ഫിലിപ്പിയ ലേഖനം 2-15 എല്ലാ വിശ്വാസികളും വെളിച്ചമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇത് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ലോകത്തിൽ അത് കാണുമ്പോൾ നമ്മൾ വേദപുസ്തകവുമായി അവലോകനം ചെയ്തോ അതിന്റെ സ്ഥിരീകരണത്തിൽ എത്തിച്ചേരണം. മറക്കരുതോ, ദൈവ വെളിച്ചമാണ്, ക്രിസ്തു വെളിച്ചമാണ്, ശിഷ്യന്മാർ വെളിച്ചമാണ്, യോഹന്നാൻ സ്നാപകൻ വെളിച്ചമാണ്. എല്ലാ വിശ്വാസികളും വെളിച്ചമാണെങ്കിൽ ഉത്തമഗീത പുസ്തകം 6-10 സഭയും വെളിച്ചമാണെന്ന് പറയുന്നു. അരുണാലയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ള ഇവർ ആണെന്ന് സഭയെ കുറിച്ച് യെരൂശലേം പുത്രിമാർ ആശ്ചര്യകരമായി പറയാണ്. മറക്കരുത്, ദൈവം വെളിച്ചമാണ്, ക്രിസ്തു വെളിച്ചമാണ്, ശിഷ്യന്മാർ വെളിച്ചമാണ്, യോഹന്നാൻ സ്നാപകൻ വെളിച്ചമാണ്, വിശ്വാസികൾ വെളിച്ചമാണ്, സഭ വെളിച്ചമാണ്. ഇനി എന്താണ് ഗൾഫ്? ഇനി എവിടെയാണ് ബ്രൈറ്റ്നസ്? ഇനി എവിടെയാണ് ഇരുളടങ്ങിയ അനുഭവം? പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഉൽപ്പത്തി പുസ്തകം 1-14-19 വാക്യങ്ങളിൽ ദൈവത്തിന്റെ സൃഷ്ടി പരമ്പരയിൽ ദൈവം ഇങ്ങനെയാണ് സൃഷ്ടിച്ചത്. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചമായ സൂര്യനെയും രാത്രി വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചമായ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു എന്ന് കാണുന്നു. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, വാത്സല്യമുള്ള ദൈവമക്കളെ, ഇവിടെ പറയുന്ന പകൽ വാഴുവാൻ ദൈവം സൃഷ്ടിച്ച വലിപ്പമേറിയ സൂര്യനെ കുറിച്ച് പഴയ നിയമത്തിലെ അവസാന പ്രവചന പുസ്തകമായ മലാഖി 4-2 നീതി സൂര്യനായ ക്രിസ്തു രോഗോപശാന്തിയോടുകൂടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ പറയട്ടെ, പകൽ വാഴുവാൻ ദൈവം സൃഷ്ടിച്ച ഒന്നാമത്തെ വലിയ വെളിച്ചമെന്ന് പറയുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. ആമേൻ. രണ്ടാമത്തെ വലിയ വെളിച്ചമായ ചന്ദ്രൻ സഭയുടെ നിഴലാണ്. മൂന്നാമത് നക്ഷത്രങ്ങളെ ദൈവം സൃഷ്ടിച്ചു, ആ വിശ്വാസികളുടെ നിഴലാണ്. അപ്പൊ മറക്കരുത്, സൂര്യൻ ക്രിസ്തുവിന്റെ നിഴലാണ്, ചന്ദ്രൻ സഭയുടെ നിഴലാണ്, നക്ഷത്രങ്ങൾ വിശ്വാസികളാകുന്ന നമ്മുടെ നിഴലാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ പോകുമ്പോൾ കാണുമ്പോൾ കടകളിൽ, നമ്മുടെ വീട്ടുകളിൽ, നമ്മുടെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു നക്ഷത്രം കാണുമ്പോൾ നമ്മൾ അറിയാം, ദാറ്റ് ഈസ് ഐ ആം, അത് ഞാനാകുന്നു. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഞാനൊരു നക്ഷത്രമാണ് എന്നുള്ള അറിവ് നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതത്തിന് ഒരു പൂർണ്ണത ഉണ്ടാകും. അങ്ങനെയെങ്കിൽ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പറയാണ്, ദൈവമാണ് ഇതിന്റെ പ്രൊഡക്ഷൻ നടത്തിയാൽ, ഇതിന്റെ പ്രൊഡ്യൂസർ ആരാണ്, ഇതിനെ നിർമ്മിച്ചവർ ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവമാണ് ഇതിന്റെ പ്രൊഡ്യൂസർ, ദൈവമാണ് ഇതിനെ പ്രൊഡക്റ്റ് ചെയ്ത വ്യക്തി.
ആമേൻ, ഹല്ലേലൂയ. നക്ഷത്രങ്ങളെ ദൈവമാണ് ഉണ്ടാക്കിയത്. അത് മാത്രമല്ല, അതിന്റെ പൊസിഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വെരി ഹൈ, അത് ആകാശ വിധാനത്തിലാണ് നിൽക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, നിങ്ങൾ മരിച്ച ക്രിസ്തുവിൽ ദൈവത്തോടുകൂടെ നിങ്ങൾ ഉയരത്തിൽ മറഞ്ഞിരിക്കുകയാണ്. നക്ഷത്രങ്ങളുടെ സ്ഥാനം ആകാശ വിധാനമെങ്കിൽ നമ്മൾ ആ നക്ഷത്രങ്ങളെക്കാൾ മുകളിൽ കർത്താവിനോടൊപ്പമായിരിക്കുകയാണ്. നമ്മള് സാധാരണക്കാരല്ല എന്നുള്ള അറിവിൽ നമ്മൾ എത്തിച്ചേരേണ്ടത് അനിവാര്യമാണ്. ഞാൻ വളരെ വേഗത്തില് ഈ നക്ഷത്രങ്ങളെ കുറിച്ച് 3-4 കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്പർ 1, ദ പ്രൊഡക്ഷൻ ഓഫ് ദ സ്റ്റാർ. നക്ഷത്രത്തിന്റെ നിർമ്മാണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവമാണ് അതിനെ നിർമ്മിച്ചത്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഉൽപ്പത്തി 1-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവം നിലത്തെ പൊടിയെടുത്ത് അവന്റെ സാദൃശ്യത്തിൽ, അവന്റെ സ്വരൂപത്തിൽ അവൻ നമ്മളെ ഉണ്ടാക്കി, അവൻ നമ്മളെ നിർമ്മിച്ചു, അവൻ നമ്മളെ സൃഷ്ടിച്ചു. നക്ഷത്രത്തെ ഉണ്ടാക്കിയവൻ ദൈവമാണ്, നമ്മളെ നിർമ്മിച്ചവൻ ദൈവമാണ്. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: നശ്വരമായ ബീജത്താലല്ല, അനശ്വരമായതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഒരു അമ്മയുടെയും ഒരു അപ്പന്റെയും ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും ഒരു ഭാര്യയുടെയും ഒരു ഭർത്താവിന്റെയും സഹായത്താൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ മാനുഷ്യമായി ജനിച്ചാൽ, ആ ജനനത്തിനപ്പുറമായി ഒരു ജനനം അങ്ങ് ഉയരത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് കിട്ടുകയാണ്. അത് സ്വർഗീയമായ, ദൈവികമായ, അനശ്വരമായ, അനന്തമായ, നിത്യമായ ദൈവിക ബന്ധത്തിൽ അധിഷ്ഠിതമായ ജനനമാണ്. അങ്ങനെ ജനിച്ചവരാണ് ഉയരത്തിൽ പാർക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥമായ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഉയരത്തിലാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറക്കരുത്. 1-ാമത്തെ കാര്യം, ദ പ്രൊഡക്ഷൻ ഓഫ് ദ സ്റ്റാർ. നക്ഷത്രത്തിന്റെ ജന്മം, നക്ഷത്രത്തിന്റെ നിർമ്മാണം, നക്ഷത്രത്തെ നിർമ്മിച്ചു എന്നതിനെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നു. 2-ാമത്, ദ പർപ്പസ് ഓഫ് ദ സ്റ്റാർ. നക്ഷത്രത്തെ ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്, അതിന്റെ സാരം എന്താണ്? ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 17-ാം വാക്യം, മത്തായി 2:9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കർത്താവായ യേശുക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചു. അടയാളം എന്താണെന്ന് അറിയാമോ പ്രിയ ദൈവമക്കളെ? പേർഷ്യയിൽ നിന്ന്, ഇന്നത്തെ ഇറാനിൽ നിന്നാണ് ഈ വാന നിരീക്ഷകര് ആ നക്ഷത്രം കണ്ടതിനെ ലക്ഷ്യമാക്കി ബേത്ലഹേമിലേക്ക് യാത്ര ചെയ്തത്. ആമേൻ. അവർക്ക് അടയാളമായി ഒരു നക്ഷത്രം ഉദിച്ചു. ആ നക്ഷത്രം ഈ ഇറാനിൽ നിന്നുള്ള വാന നിരീക്ഷകരുടെ മുൻപേ നടന്നു പോയിക്കൊണ്ടേയിരുന്നു. ആ നക്ഷത്രത്തെ ഉന്നമിച്ച് അവർ നടന്നു. നക്ഷത്രം യേശു ജനിച്ച ബേത്ലഹേമിൽ യേശുവിനെ കിടത്തിയ പുൽക്കൂടിന്റെ മുൻപിൽ ചെന്ന് നക്ഷത്രത്തെ പിന്നെ ഇന്നയോടെ ലോകത്തിൽ ഒരു വാന നിരീക്ഷകന്മാർ കണ്ടിട്ടില്ല. ആ പുൽക്കൂട്ടിൽ യേശുവിന്റെ അടുക്കൽ ചെന്ന് പൊന്നും 3 കുതിരകളും അവർ കാഴ്ചവെച്ച് അവർ രാജാവിരാജാവാണ്, അവർ കർത്താവ് കർത്താവാണ്, അവരാണ് ഏക ദൈവമെന്ന് അവർക്ക് പോലും മനസ്സിലായെങ്കിൽ, എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ബേത്ലഹേമിൽ ജനിച്ച് ഉൾക്കുടിയിൽ കിടത്തപ്പെട്ടുവെങ്കിൽ അവൻ നിസ്സാരനല്ല. 1-ാമത് നക്ഷത്രത്തിന്റെ നിർമ്മാണം. 2-ാമത് നക്ഷത്രത്തിന്റെ ഉദ്ദേശമുണ്ട്. അത് പ്രകാശിക്കണം, അത് സഞ്ചരിക്കണം, അത് വഴി കാട്ടണം. ആണ് ഇന്ന് പ്രകാരം എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള നക്ഷത്രങ്ങളെ, നമ്മൾ പ്രകാശിക്കട്ടെ, നമ്മൾ സഞ്ചരിക്കട്ടെ, നമ്മൾ സംസാരിക്കട്ടെ, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ.
ഒരു കാരണവശാലും നമ്മൾ നിശ്ചലമായിരിക്കാൻ പാടില്ല. ആമേൻ. പേർഷ്യയിൽ നിന്നുള്ള വാന നിരീക്ഷകന്മാർക്ക്, സയന്റിസ്റ്റുകൾക്ക് യേശുവിന്റെ അടുക്കലേക്ക് ആ നക്ഷത്രം വഴി കാട്ടിയായെങ്കിൽ അന്ധകാരത്തിൽ തകർന്നു പോയിരിക്കുന്ന ഈ ലോക മനുഷ്യരെ യേശുവാകുന്ന സാക്ഷാൽ വെളിച്ചത്തിലേക്ക് നയിക്കേണ്ട സ്റ്റാർ നമ്മളാണ്. ഞാൻ നിങ്ങൾ ഓരോരുത്തരാണ്. പ്രിയ ദൈവമക്കളെ, ഒന്നാമത് ദ പ്രൊഡക്ഷൻ ഓഫ് ദ സ്റ്റാർ, രണ്ടാമത് ദ പർപ്പസ് ഓഫ് ദ സ്റ്റാർ, മൂന്നാമത് ദ പൊസിഷൻ ഓഫ് ദ സ്റ്റാർ. നക്ഷത്രത്തിന് ഒരു സ്ഥാനമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-18 വാക്യത്തിൽ അത് താഴെയല്ല, മനുഷ്യന് ചവിട്ടാൻ പരുവത്തിലല്ല, അവന്റെ തലയ്ക്ക് മുകളിൽ അവൻ എത്തിപ്പിടിക്കാൻ കഴിയത്തില്ല. പ്രിയ ദൈവമക്കളെ, അത് ഉയരത്തിലാണ്. നമ്മുടെ സ്ഥാനം അതിമഹത്തായ ഒന്നാണ്. ആമേൻ. നമ്മൾ ക്രൈസ്തവരല്ലേ, നമ്മൾ വിശ്വാസികളല്ലേ, നമ്മൾ ദൈവമക്കളല്ലേ, നമ്മൾ വിശുദ്ധന്മാരല്ലേ. നമ്മുടെ സ്ഥാനം ഓരോരുത്തരും ചവിട്ടിക്കളയുവാൻ കഴിയുന്ന രീതിയിൽ ഈ ഭൂമിയിലല്ല. പിന്നെയോ ഒരു മനുഷ്യനും ഒരു രീതിയിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥലത്താണ് നമ്മുടെ സ്ഥാനം. ഒരു ദൈവത്തിന്റെ സ്ഥാനം വെരി ഹൈ ആണ്, വളരെ ഔന്നത്യമാർന്നതാണ്. പ്രിയ ദൈവമക്കളെ, യെശയ്യാവിന്റെ പ്രവചനം 33-ാം അധ്യായം, യെശയ്യാവിന്റെ പ്രവചനം 33-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം നമ്മൾ വായിച്ചാൽ, ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും, പാറയിൽ നിർമ്മിച്ച കോട്ടകൾ അവന്റെ അഭയസ്ഥാനമായിരിക്കും, അവന് അപ്പം ലഭിക്കും, അവന് വെള്ളം കിട്ടാതെ ഇരിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ സ്ഥാനം ഉയരത്തിലാണെങ്കിൽ നമ്മൾ ഒരുവിധമായ ആകുലതയും ആയിത്തീരേണ്ടി വരുന്നില്ല. ആമേൻ. എന്റെ ജീവിതം, എന്റെ ഓരോ ദിവസത്തെ എന്റെ അന്നം എങ്ങനെ ലഭിക്കുമെന്നുള്ള ഒരാകുല ചിന്തയ്ക്കും അടിസ്ഥാനമില്ല. കാരണം അങ്ങനെയുള്ള ആകുല ചിന്തയുടെ അടിസ്ഥാനം ഈ ഭൂമിയാണെങ്കിൽ നമ്മൾ അതിന് മുകളിലായി തീർന്നാൽ നമ്മുടെ ആകുലതകൾ അപ്രസക്തമാകും. ആമേൻ. നമ്മുടെ നാളെ കുറിച്ചുള്ള ചിന്ത അപ്രസക്തമാകും. അതാണ് കർത്താവായ യേശു പറഞ്ഞത്, നാളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കാക്കകൾ, പക്ഷികൾ അത് എഴുന്നേറ്റ് അതിന്റെ ആഹാരം കൊത്തിപ്പെടുക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ജോലിക്ക്, അതിന്റെ ആഹാരത്തിന്, അതിന്റെ അന്നത്തിന് ഒരു മുട്ടുമുണ്ടാകത്തില്ല. നമ്മൾ കൊടുത്തില്ലേലും അതിന്റെ വയൽ പറയും. ആമേൻ. ആമേൻ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നീതിമാന്റെ സന്തതി ആഹാരത്തിന് വേണ്ടി പിച്ചയായിരിക്കുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല. അവൻ അത് തന്റെ മക്കൾക്ക് ഉറക്കത്തിൽ കൊടുക്കും. ആമേൻ. രാജാവിന്റെ ഭീഷണിയിൽ കൊട്ടാരം വിട്ട്, നല്ല താമസ സ്ഥലം വിട്ട് ഓടിപ്പോകേണ്ടി വന്ന ഏലിയ പ്രവാചകന് രാജാവ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് അയാളുടെ തീന്മേശയിൽ വരുന്ന ആഹാരം അതിനു മുമ്പ് ഏലിയാവിന്റെ വായിലെത്തിച്ച എന്റെ ദൈവം വലിയാണ്. ഒരു കാരണവശാലും ആ രാജാവ് ആ അപ്പമോ ആ കോഴിയിറച്ചിയോ തന്റെ തീന്മേശയിൽ നിന്ന് തീറ്റുന്നതിന് മുമ്പ് എന്റെ ദാസകൾ തിന്ന് അതുകൊണ്ട് അവൻ സുരക്ഷിതനാകും ആകണമെന്ന് എന്റെ ദൈവത്തിന് അറിയാൻ ഉറപ്പുണ്ടായിരുന്നതുകൊണ്ട് ആ രാജാവ് ഭക്ഷിക്കുന്നതിന് അവന്റെ ആഹാരം ഏലിയാവിന്റെ ജീവിതത്തിലേക്ക് നൽകിയ ദൈവം സാധാരണക്കാരനല്ല. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട. സകലരും പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ച് പ്രാപിക്കുകയും. ഒന്നാമത് നക്ഷത്രത്തിന് ഒരു ആരംഭമുണ്ട്, രണ്ടാമത് അതിനൊരു ലക്ഷ്യമുണ്ട്, മൂന്നാമത് അതിനൊരു സ്ഥാനമുള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കർത്താവിനോടുകൂടെയാണ്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിൽ ഉള്ളവയെല്ലാം ഉയരത്തിലുള്ളവ തന്നെ ചിന്തിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ മരിച്ചിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഈ
ഭൂമിയിൽ വന്ന് എല്ലാം നമുക്ക് വേണ്ടി ചെയ്ത് അവൻ ഈ ഭൂമിയിൽ പോയെങ്കിൽ നമ്മുടെ ആത്മീയ ജീവൻ അവനോടൊപ്പം അവനായിരിക്കുന്ന സ്ഥലത്തിരിക്കുന്നതിനാൽ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിന് ഒരു വ്യാകുലതയ്ക്കും അടിസ്ഥാനം ഇല്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഉത്തമഗീത പുസ്തകം 4-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ, ഉത്തമഗീത പുസ്തകം 4-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: നീ തോട്ടങ്ങൾക്ക് ഒരു നീറുറവയും ജീവജലമുള്ള കിണറും ലെബാനോനിൽ നിന്ന് ഒഴുകുന്ന അരുവികളും തന്നെ. വടതിക്കാറ്റ് ഉണരുക, തെന്നിക്കാറ്റ് വരിക, എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം പുറത്തൊഴുകേണ്ടതിന് അതിന്മേൽ വീശുക. എന്റെ പ്രിയൻ അവന്റെ തോട്ടത്തിൽ വന്നു അതിന്റെ വിശിഷ്ട ഫലങ്ങൾ ഭക്ഷിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ഇത്രയും വലിയ പ്രതീക്ഷ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ആ പ്രതീക്ഷയ്ക്ക് ഒരു ഫലവും വരരുത്. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, മറക്കരുത് ദ പ്രൊഡക്ഷൻ ഓഫ് ദ സ്റ്റാർ, രണ്ടാമത് ദ പർപ്പസ് ഓഫ് ദ സ്റ്റാർ, മൂന്നാമത് ദ പൊസിഷൻ ഓഫ് ദ സ്റ്റാർ. ഒരു കാര്യം പറയട്ടെ, ദ പവർ ഓഫ് ദ സ്റ്റാർ. നക്ഷത്രത്തിന് ജോലിയുണ്ട്, ശക്തമായി ജോലി ചെയ്യാനുള്ള ശക്തി. നമുക്ക് ശക്തിയില്ലേ? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം നമ്മൾ വായിച്ചാൽ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം നമ്മൾ വായിച്ചാൽ അവിടെ ഇങ്ങനെ വായിക്കുന്നു: എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രങ്ങൾ വലം കൈയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. ആമേൻ. ഇന്ന് പ്രകാരം ഞാൻ പറയട്ടെ, എഫെസോസിൽ പ്രായപക്വതയെത്താത്ത 7 സഭകളുണ്ട്. ആ സഭകൾ സ്ഥാപിച്ച അപ്പോസ്തലനായ പൗലോസ് വളരെ പെട്ടെന്ന് മരണത്തിന് വിധേയനായി. എന്നാൽ ആ സഭയുടെ പക്വതയെത്താത്ത അനാഗത അവസ്ഥയെ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പത്മോസിൽ വെച്ച് യോഹന്നാൻ അപ്പോസ്തലനോട് പറയാണ്, ആ സഭയുടെ സ്ഥാപകൻ, അതിന്റെ നടത്തിപ്പുകാരൻ ഈ ഭൂമിയിൽ പോയി, നീ അതിന്റെ നടത്തിപ്പുകാരനായി ആ സഭയുടെ മൂപ്പരായി വന്ന് നീ പത്മോസിൽ കിടക്കുകയാണ്. എന്നാൽ നീയോ നിനക്ക് മുമ്പ് ആ സഭ സ്ഥാപിച്ച അപ്പോസ്തലനായ പൗലോസോ ആ സഭയെ കുറിച്ച് ഭയപ്പെടേണ്ട, അതിന്റെ കരകളിൽ ഇരിക്കുകയാണ്. ദൈവത്തിന്റെ കരകളിൽ ഒരുവിധമായ സുരക്ഷാ കേടുമില്ല. ദൈവമക്കളെ, 7 നക്ഷത്രം തന്റെ വലകയിൽ പിടിച്ചിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, 7 നക്ഷത്രം എന്ന് പറയുമ്പോൾ അത് ആ എഫെസോസിലെ 7 സഭകളുടെ പാസ്റ്റർമാരാണ്, മൂപ്പന്മാരാണ്, ശുശ്രൂഷകന്മാരാണ്, അതിന്റെ സേവകരാണ്. 7 നക്ഷത്രം അവന്റെ വലകയിൽ പിടിച്ചിട്ടുണ്ട്. ആ 7 നക്ഷത്രം വലകയിൽ പിടിച്ചുകൊണ്ട് അവൻ സഭയിലൂടെ നടക്കുകയാണ്. ആമേൻ. ആ സഭകളിൽ ഒന്നും ആ സമയത്ത് റോമാ സാമ്രാജ്യത്തെ ക്രൂരമായ പീഡനത്തിന്റെ അടിസ്ഥാനത്തിൽ ശുശ്രൂഷകന്മാരില്ല. എന്നാൽ ആ ശുശ്രൂഷകന്മാരെ ഡൊമീഷ്യൻ തുടങ്ങിയുള്ള നീറോ പോലെയുള്ള ചക്രവർത്തിമാരെ കൊന്നൊടുക്കിയെങ്കിൽ ഇവിടെ ദൈവം പറയാണ്, അവരെ കൊല്ലുവാൻ നീറോയുടെ വാളിനോ ഡൊമീഷ്യന്റെ വാളിനോ കഴിയത്തില്ല. എന്റെ കരങ്ങളിൽ അവർ സുരക്ഷിതരാണ്. ദൈവത്തിന്റെ കരങ്ങളിൽ ഈ 7 ശുശ്രൂഷകന്മാരും സുരക്ഷിതമായിരുന്നുകൊണ്ട് ആ സഭയുടെ നടുവിലൂടെ ഇതാ നടക്കുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ദ പ്രൊഡക്ഷൻ ഓഫ് ദ സ്റ്റാർ, ദ പർപ്പസ് ഓഫ് ദ സ്റ്റാർ, ദ പൊസിഷൻ ഓഫ് ദ സ്റ്റാർ, ദ പവർ ഓഫ് ദ സ്റ്റാർ. നക്ഷത്രത്തിന്റെ ശക്തി വലുതാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ കർത്താവ് പറഞ്ഞ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. അതുകൊണ്ട് ദൈവമക്കളെ, ഈ 2024 ഡിസംബർ മാസം തീർന്നിരുമ്പോൾ ആത്മാവിന്റെ ശക്തിയാൽ നമ്മൾ മുന്നോട്ട് പോകണം. ആമേൻ. 2025 നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ 24-നേക്കാൾ അത് ഒരിക്കലും ദുഷ്കരമായി തീരാതിരിക്കണമെങ്കിൽ 24-ന്റെ അവസാനം പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ ശക്തിയാൽ മുന്നോട്ട് പോകണം. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവായ യേശു ആത്മാവിന്റെ ശക്തിയോടെ പോയി.
ആമേ. പിശാചിന്റെ പരീക്ഷണത്തെ ഒന്നുമല്ലാത്ത രീതിയിൽ നിഷ്ക്രിയമാക്കുവാൻ യേശുവിന് കഴിഞ്ഞത് പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ ശക്തിയെങ്കിൽ 2024 അവസാനം 2025 ആരംഭം നമ്മുടെ ജീവിതത്തിൽ ജയോത്സവമായി തീരണമെങ്കിൽ, വിജയാനന്ദമായി തീരണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സാത്താന്റെ കോട്ടകളെ ഇടിച്ചു നിരത്തി കൊണ്ടുപോകണം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അനുഗ്രഹാവസ്ഥ ഉണ്ടാകുമാറാകട്ടെ. 147, 148 സങ്കീർത്തനങ്ങളിലേക്ക് കടന്നുപോയാൽ അവിടെ വളരെ രസകരമായ 1-2 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. സങ്കീർത്തനങ്ങള് 147, 148 സങ്കീർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ 147 സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യം, അവൻ നക്ഷത്രങ്ങളെ എണ്ണുന്നു. ദ നമ്പർ ഓഫ് ദ സ്റ്റാർ, നക്ഷത്രങ്ങളെ എണ്ണുന്നു. അവൻ ഹല്ലേലൂയ. ഒരു വാന നിരീക്ഷകൻ എണ്ണിയിട്ടില്ല എങ്കിൽ എന്റെ ദൈവം മാത്രമേ അതിന്റെ എണ്ണം അറിയാവുന്നതുള്ളൂ. ആമേൻ. ഞാൻ പറയട്ടെ, ഈ ലോകത്തിലെ എത്ര വിദ്യയുള്ള പണ്ഡിതനും ഒന്നുമല്ല എന്റെ ദൈവത്തിന്റെ പാണ്ഡിത്യത്തിന്റെയും അറിവിന്റെയും മുന്നിൽ. നക്ഷത്രങ്ങളുടെ എണ്ണം ലോകത്തിൽ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ, എണ്ണിയിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും ഒരു ഊഹമുണ്ടോ? നമ്മൾ ചില സമയത്ത് നോക്കിയാൽ നമ്മുടെ കണ്ണിന് മുന്നിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ പോലും എത്ര ഭയങ്കരമാണ്, നമുക്ക് എണ്ണിത്തീർക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു കണ്ണുകൊണ്ട് ആ ഒരു ചുറ്റുപാട് കാണുന്നപോലെ എണ്ണിത്തീർക്കാൻ പറ്റും. അതേപോലെ പുതുകൂടാതെ നിൽക്കുകയാണ്. എന്നാൽ എന്റെ ദൈവം നക്ഷത്രത്തിന്റെ എണ്ണം അറിയുന്നവനാണ്, എണ്ണം നോക്കുന്നവനാണ്. അതുകൊണ്ട് ഒരു പള്ളിയിലുള്ള വിശ്വാസികളുടെ എണ്ണം ദൈവത്തിനറിയാം. സഭാരജിസ്റ്റൊന്നും വേണ്ട. പ്രിയ ദൈവമക്കളെ, ലോകപ്രകാരമുള്ള ചില ഭൗതിക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് സഭയിലെ രജിസ്റ്ററിലെ പേരും അഡ്രസ്സും എല്ലാം ക്ലിയർ ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിന് അവരുടെ എണ്ണം അറിയാം. എത്രണ്ണം നല്ലതായിട്ടുണ്ട്, എത്രണ്ണം ചൊവ്വായിട്ടുള്ളത്, എത്രണ്ണം മെച്ചമായിട്ടുണ്ട്, എത്രണ്ണം അനുഗ്രഹിക്കപ്പെട്ടതുണ്ട്, എത്രണ്ണം വിശാലമായിട്ടുണ്ടെന്ന് ദൈവത്തിനറിയാം. അവയുടെ എണ്ണം നോക്കുന്നു. പ്രിയ ദൈവമക്കളെ, അവൻ നക്ഷത്രങ്ങളെ എണ്ണം നോക്കുന്നു. അത് മാത്രമല്ല, ഒരു കാര്യം, അവയെല്ലാം അവയുടെ പേരുകളാണ് വിളിക്കുന്നു. നമ്പർ ഓഫ് ദ സ്റ്റാർ, നെയിം ഓഫ് ദ സ്റ്റാർ. അതിന് സംഖ്യയുണ്ട്, അതിന് പേരുണ്ട്. എന്നെ കേട്ടത് വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ പേരറിയാവുന്ന ഒരുവനാണ് കർത്താവ്. അതുകൊണ്ട് നമ്മുടെ പേര് ഈ ലോകത്തിൽ ഒരാൾക്കും അറിയത്തില്ലെങ്കിലും അറിയാവുന്ന ഒരാളുണ്ട്. ആമേൻ. നമ്മുടെ കുടിവെട്ട് കൂട്ടായ്മയിൽ എത്ര പേരുണ്ടെന്ന് നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല, ദൈവത്തിനറിയാം. ദൈവത്തിന്റെ എണ്ണത്തിൽ, അവന്റെ സംഖ്യയിൽ, അവന്റെ ലിസ്റ്റിൽ ആരെല്ലാം ഉൾപ്പെടും എന്നതിനെ കുറിച്ച് എനിക്കോ നിങ്ങൾക്കോ ഒരുവിധമായ അറിവുമില്ല. ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവർ അവന്റെ എണ്ണത്തിൽ ഉൾപ്പെട്ടിരിക്കും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 148 സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം, സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പിൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ. ഒരു കാര്യം നമ്മൾ മറക്കരുത്, സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിക്കുവിൻ, പ്രകാശമുള്ള നക്ഷത്രങ്ങളെ അവനെ സ്തുതിക്കുവിൻ. അപ്പൊ ദൈവത്തെ സ്തുതിച്ചാരാധിച്ചനുഗ്രഹിക്കപ്പെടുവാൻ പ്രകാശമുള്ള നക്ഷത്രത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇന്ന് കാലം എന്റെ കർത്താവിന്റെ നാമത്തിൽ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ പ്രകാശമുള്ള നക്ഷത്രങ്ങളായി എന്റെ ദൈവത്തെ സ്തുതിച്ചാരാധിച്ച നമ്മുടെ ജീവിതത്തിന്റെ അവസാനമായ പരിശുദ്ധമായ കർത്താവ് സഹായിക്കുവാനാകട്ടെ. മറക്കരുത്, the production of the star, the purpose of the star, the position of the star, the power of the star, the numbers of the star, the name of the star, the place of the star. ആമേൻ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മളെ ദൈവം നിർമ്മിച്ചതിന് ഉദ്ദേശമുണ്ട്, ലക്ഷ്യമുണ്ട്. ആ ഉദ്ദേശ ലക്ഷ്യം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മുന്നോട്ട് പോവുക എന്നതാകിയാൽ, വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ വീട്ടിലോ അടുത്ത വീട്ടിലോ ഒരു കടയിലോ നമ്മൾ പോകുന്ന വഴിയോ ഒരു നക്ഷത്രം കാണുമ്പോൾ ഇത് ഞാനാണ്, എന്റെ ഉത്തരവാദിത്വം, എന്റെ ജോലി, എന്റെ ഡ്യൂട്ടി എന്താണെന്ന് ഞാൻ അറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. അങ്ങനെയെങ്കിൽ 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ, പ്രവാചകന്മാരുടെ വചനത്തെ കുറിച്ച് കൂടുതൽ ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ഉത്സസാവുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുന്നവരെ
പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം നിങ്ങൾക്കറിയാമല്ലോ. മോർണിംഗ് സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ പേരേ ഉള്ളൂ, നസ്രയനായ യേശു. അവനാണ് മോർണിംഗ് സ്റ്റാർ, ഉദയ നക്ഷത്രം, പ്രഭാത നക്ഷത്രം. പ്രിയ ദൈവമക്കളെ, ആ പ്രഭാത നക്ഷത്രം കർത്താവായ യേശുവാണ്. അവൻ നമ്മുടെ ഹൃദയത്തിൽ ഉദിച്ചാൽ നമ്മുടെ ഹൃദയത്തിലെ അന്ധകാരാംശം മുഴുവൻ പോയി നമ്മുടെ പരിപൂർണ്ണ പ്രകാശമുള്ളതായിട്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ ഉദയ നക്ഷത്രം, പ്രഭാത നക്ഷത്രം, ഡേ സ്റ്റാർ, ആ പകൽ നക്ഷത്രം എന്റെ ഹൃദയത്തിൽ ഉദിച്ചാൽ എനിക്ക് പകലോ രാത്രിയോ എന്ന വ്യത്യാസമേ ഉണ്ടാകത്തില്ല. എന്റെ ജീവിതം പൂർണ്ണമായി പ്രകാശപൂർണ്ണമായി തീരും. അതിനായി കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ സമയം ഒരു പാട്ട് പാടും.